ബീഫ് സ്റ്റൂവും ബ്രെഡും അപാര കോമ്പിനേഷനാണ്. ഇതിൽ ചേർത്തിരിക്കുന്ന ചേരുവകളൊക്കെ ചേർത്തങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ രുചി ഒരിക്കലും മറക്കില്ല. ഇത് അപ്പത്തിൻ്റെ കൂടെയും പൊളി കോമ്പിനേഷനാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. 1/2 കിലോ ബീഫാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിനെ ചെറു കഷ്ണങ്ങളായിട്ട് മുറിച്ച് നന്നായി കഴുകിയെടുക്കണം. സ്റ്റൂവിന് രുചി നൽകുന്ന പ്രധാന ഘടകമാണ് തേങ്ങാപ്പാൽ. വലിയൊരു തേങ്ങയുടെ അരമുറി ഭാഗമാണ് പാലിനായിട്ട് എടുത്തിരിക്കുന്നത്. അതിനെ ഒരു മിക്സിയിലേക്ക് ഇട്ട് ശകലം ചൂടുവെള്ളം കൂടി ഒഴിച്ച് അരച്ചു കഴിഞ്ഞാൽ തേങ്ങാപ്പാൽ റെഡി. റെഡിമെയ്ഡ് തേങ്ങാപ്പാൽ വാങ്ങി ചേർത്ത് കഴിഞ്ഞാൽ സ്റ്റൂവിന് നല്ല രുചി ഒരിക്കലും കിട്ടുകയില്ല. നമുക്ക് ആവശ്യമുള്ളത് 1-ാം പാലും 2-ാം പാലും 3-ാം പാലുമാണ്. ഇപ്പം നമ്മൾ 1-ാം പാലാണ് എടുക്കുന്നത്. ഇതുപോലെ തന്നെ 2-ാം പാലും 3-ാം പാലും എടുക്കണം. അടുത്തതായിട്ട് ആ ബീഫിനെ ഒന്ന് പകുതി വേവിച്ചെടുക്കണം. ഞാൻ ബീഫിൻ്റെ കുറച്ച് നെയ്യ് അല്ലെ കൊഴുപ്പ് ശകലം ചേർത്തിട്ടുണ്ട്. ഇത് അങ്ങോട്ട് ഉരുകി ഇറങ്ങുമ്പോഴത്തേക്ക് സ്റ്റൂവിന് നല്ല രുചിയാണ്. അടുത്ത ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് വലിയ കഷ്ണങ്ങളായി മുറിച്ചിടണം. അടുത്ത ഒരു ക്യാരറ്റാണ്, അതും വലിയ കഷ്ണങ്ങളായി മുറിച്ചിടണം. പിന്നെ ഒരു 10 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 പച്ചമുളക്, 1 തണ്ട് കറിവേപ്പില, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ് പിന്നീട് നോക്കി ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാവുന്നു. ഇവയെല്ലാം കൂടി ചേർത്ത് 1/2 കപ്പ് 3-ാം പാലിൽ പകുതി വേവിച്ചെടുക്കണം. 2-ാം പാൽ എടുത്തതിന് ശേഷം തേങ്ങയിൽ 1/2 കപ്പ് വെള്ളം ചേർത്ത് പിഴിഞ്ഞെടുത്താണ് 3-ാം പാൽ. ഇനി അതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ച് വേവിക്കണം. 8 തൊട്ട് 10 വിസിൽ അടിക്കുമ്പോഴത്തേക്ക് പകുതി വെന്ത് കിട്ടും. അത് ബീഫിന്റെ മൂപ്പും കുക്കറിന്റെ ക്വാളിറ്റി അനുസരിച്ച് മാറിയിരിക്കും. ആ ബീഫ് എടുത്ത് പകുതി വെന്തിട്ടുണ്ടോ എന്ന് ഉറപ്പിക്കണം. ഇതിപ്പം പകുതിയോളം വെന്തിട്ടുണ്ട്. ബാക്കി പകുതി ഇനി മസാലയിൽ കടന്നാണ് വേകുന്നത്. ഇനി ചൂടായ പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ചീരകവും 4 ഏലക്കയും 1 തക്കോലവും 1 ഇഞ്ച് നീളത്തിലുള്ള ഒരു കറുവാപ്പട്ടയും 1 ചെറിയ കറുവയിലയും 1 ചെറിയ അല്ലി ജാതിപത്രി പല്ലും ചേർക്കാനില്ല. ജാതിപത്രി ചേർത്താൽ നല്ല രുചിയാണ്. ഇതെല്ലാം കൂടെ ചേർത്ത് ചെറുതീയിൽ ചെറുതായെന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം 1 സവാള ക്യൂബുകളായിട്ട് അരിഞ്ഞതും 2 ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും 4 പച്ചമുളകും ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവാളയുടെയൊക്കെ നിറം മാറി വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ആദ്യമേ ബീഫ് വേവിച്ചതിൻ്റെ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഈ റെസിപ്പി കൂടാതെ നമ്മുടെ ചാനലിൽ നിരവധി കിടിലൻ റെസിപ്പികളുണ്ട്. എല്ലാവരും മുകളിലത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ കാണാം. ആ വെള്ളം നന്നായി തിളച്ചു വരുമ്പോൾ വേവിച്ച ബീഫും ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കണം. ഇനി അതിലേക്ക് 1/2 കപ്പ് 2-ാം പാൽ ചേർത്ത് കൊടുക്കണം. 1/2 കപ്പ് എന്ന് പറയുന്നത് 240 മില്ലിയുടെ സ്റ്റാൻഡേർഡ് കപ്പിന് 1/2 കപ്പ്. ഇനിയും ഇതിൽ കിടന്നാണ് ബാക്കി ബീഫ് വേകുന്നത്. അതിൽ നിന്നൊരു 2 കഷ്ണം വെന്ത ഉരുളക്കിഴങ്ങ് എടുത്ത് മാറ്റാം. അത് വെച്ചൊരു ചെറിയ പരിപാടിയുണ്ട്. ബാക്കി അടച്ചു വെച്ച് വേവിക്കാം. ഇനി ആ ഉരുളക്കിഴങ്ങിനെ നന്നായിട്ട് ഉടച്ചെടുക്കണം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാലും ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കണം. ഇനി ആ കൂട്ടിനെ നമ്മുടെ സ്റ്റൂവിലേക്ക് ചേർത്ത് വെക്കണം. ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ സ്റ്റൂവിന് നല്ല കൊഴുപ്പ് കിട്ടും. കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിനെ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ബീഫ് നന്നായി വേകുന്നിടം വരെ വേവിക്കണം. ഇപ്പം ബീഫൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഉപ്പ് നോക്കണം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി അതിലേക്ക് ഫ്രഷായിട്ട് പൊടിച്ചെടുത്ത 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഈ ഫ്രഷായിട്ട് പൊടിച്ചതെന്ന് പറയുന്നത് നമുക്ക് കുരുമുളകിൻ്റെ മാക്സിമം രുചി കിട്ടാൻ വേണ്ടിയാണ്. ഇരിക്കുന്ന കുരുമുളകിന് ചില ഫ്ലേവർ കുറയും. ഇനി അതിനെ നന്നായി യോജിപ്പിച്ച് അടച്ചു വെച്ച് 5 മിനിറ്റും കൂടെ വേവിക്കണം. ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് 1-ാം പാൽ ചേർത്ത് കൊടുക്കണം. 1-ാം പാൽ ചേർത്ത് സ്റ്റവ് അന്നേരെ ഓഫ് ചെയ്യണം. 1-ാം പാൽ ചേർത്താൽ പിന്നെ തിളയ്ക്കാൻ പാടില്ല. 1-ാം പാലിൻ്റെ ക്വാളിറ്റിയാണ് സ്റ്റൂവിൻ്റെ രുചി കൂട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ റെഡിമെയ്ഡ് പാൽ വാങ്ങിക്കരുത്, നമ്മൾ തന്നെ പിഴിഞ്ഞെടുക്കണം എന്ന് പറയുന്നത്. സ്റ്റവ് ഓഫ് ചെയ്യുമ്പം ഈ ഒരു രീതിയിൽ ലൂസായിട്ട് നിൽക്കണം. അത് ആറിക്കഴിയുമ്പോൾ ചാലും കൂടെ കൊഴുക്കുന്നതാണ്. ഇനി ഇതിനകത്ത് അവസാനമായിട്ട് കശുവണ്ടിയും മുന്തിരിയും കൂടെ ചേർക്കാനുണ്ട്. അതിനായിട്ട് ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. നെയ്യിലാണ് നമ്മൾ വറുത്തെടുക്കുന്നത്. അതിലേക്ക് 15 കശുവണ്ടി ഇട്ട് കൊടുക്കണം. ഞാൻ 15 ഇട്ടെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് കൂട്ടിയോ കുറച്ചോ ഇടാവുന്നതാണ്. അതിൻ്റെ നിറം ചെറുതായി ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം. അതിനെ ലോ ഫ്ലെയിമിൽ ഒരു 30 സെക്കൻഡ് വഴറ്റി കൊടുക്കാം. പിന്നീട് അതിലേക്ക് ഒരു 10 ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കണം. സ്റ്റൗ ലോ ഫ്ലെയിമിലായിരിക്കണം. ഉണക്കമുന്തിരി ഇതുപോലെ ഒന്ന് വീർത്ത് വരുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി അതിനെടുത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന സ്റ്റൂവിലേക്ക് ഇട്ട് കൊടുക്കണം. ഇത് ചേർക്കാതെ സ്റ്റൂ പൂർണ്ണമാകുകയില്ല. അവസാനമായി അതിലേക്ക് 1 നുള്ളി ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇതുകൂടി ചേർക്കുമ്പോൾ നമ്മുടെ സ്റ്റൂവിന് നല്ല മണം കിട്ടും. ഇപ്പം നമ്മുടെ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.
ഇനി സ്റ്റൂ ചെയ്യുമ്പോൾ ഇതുപോലൊന്ന് ചെയ്തു നോക്കൂ, രുചി ഒരിക്കലും മറക്കുകയില്ല. അപ്പം വീണ്ടും അടുത്തൊരു കിടിലൻ റെസിപ്പിയുമായി കാണാം. ഈ റെസിപ്പികൾ കൂടി കണ്ടു നോക്കൂ, താങ്കൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും.